പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. ഒന്നാമത്തെ അറിയിപ്പ്, ചൊവ്വാഴ്ച മുതലുള്ള സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല ബസ് സമരം ഒഴിവായി എങ്കിലും ബസ് ചാർജ് വർധന ഉടനെ തന്നെ പ്രഖ്യാപിച്ചേക്കും. മിനിമം ചാർജ് 12 രൂപയാക്കി ഉയർത്തുക, വിദ്യാർത്ഥികളുടെ കൺസെഷൻ മിനിമം 6 രൂപയാക്കുക തുടങ്ങിയവയായിരുന്നു ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം. ബസ് ഉടമകളുടെ ആവശ്യത്തിൽ 10 ദിവസത്തിനുള്ളിൽ പരിഹാരം കാണാമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ ഉറപ്പിന്മേലാണ് സമരം മാറ്റിവെച്ചത്. ബസ് ഉടമകൾ 12 രൂപ മിനിമം ചാർജ് എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും സർക്കാർ നിലവിലെ 8 രൂപയിൽ നിന്ന് 10 രൂപയാക്കി വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. ഈ മാസം 18-നുള്ളിൽ ഔദ്യോഗിക തീരുമാനം എത്തിയേക്കും. രണ്ടാമത്തെ അറിയിപ്പ്, കഴിഞ്ഞ മാസം ഉണ്ടായ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് കൃഷി വകുപ്പിന്റെ വെബ് പോർട്ടലിലൂടെ, അതായത് www.aims.kerala.gov.in എന്ന വെബ് പോർട്ടലിൽ ഈ മാസം 15-ാം തീയതി വരെ ധനസഹായത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. നാശം സംഭവിച്ച് 10 ദിവസത്തിനകം അപേക്ഷിക്കണമെന്നായിരുന്നു മുൻ നിർദ്ദേശം. എന്നാൽ കൂടുതൽ കർഷകർ ദുരിതാശ്വാസ ക്യാമ്പിലും മറ്റും തുടരുന്ന സാഹചര്യം പരിഗണിച്ചാണ് തീയതി നീട്ടിയതെന്ന് മന്ത്രി പി പ്രസാദ് അറിയിച്ചു. കർഷകർക്ക് നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കൃഷിഭവൻ മുഖേനയോ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. മറ്റൊരു അറിയിപ്പ്, റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന മണ്ണെണ്ണയ്ക്ക് നവംബർ 2-ന് 47 രൂപയിൽ നിന്ന് ലിറ്ററിന് 55 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഡിസംബർ വരെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുവാനുള്ള മണ്ണെണ്ണ കേന്ദ്രത്തിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്തെന്നും ഡിസംബർ മാസം വരെയുള്ള മണ്ണെണ്ണയുടെ സ്റ്റോക്ക് പഴയ വിലയായ 47 രൂപയ്ക്ക് നൽകുന്നത് പരിശോധിക്കുകയാണെന്ന് നിയമസഭയിൽ ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഔദ്യോഗിക തീരുമാനം ഉടൻ തന്നെ വരുന്നതാണ്. മറ്റൊരു അറിയിപ്പ്, 1 മുതൽ 12-ാം ക്ലാസ്സുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിഭാഗത്തിലെ മുഴുവൻ കുട്ടികൾക്കും ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതി സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. 10-12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന മുഴുവൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും ലാപ്ടോപ്പ് നൽകുന്നതാണ്. 14 ജില്ലകളിലെ 45,313 കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ ലാപ്ടോപ്പ് നൽകുന്നത്. KSFE കുടുംബശ്രീ വഴി നടപ്പാക്കുന്ന വിദ്യാശ്രീ പദ്ധതിയുടെ ഭാഗമായുള്ള ലാപ്ടോപ്പുകൾ വിദ്യാകിരണം പദ്ധതി ിലേക്ക് മാറ്റിയാണ് ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. നവംബറിൽ ഇതിന്റെ വിതരണം പൂർത്തിയാക്കും. 3 വർഷം വാറന്റിയുള്ള ലാപ്ടോപ്പുകളിൽ കൈറ്റിന്റെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകൾ പ്രീലോഡ് ചെയ്താണ് നൽകുന്നത്. 18,000 രൂപയാണ് വില. വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി പൊതുവിഭാഗത്തിലെ 3.5 ലക്ഷം കുട്ടികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണവും ഉടൻ തുടങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.